നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല, ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റ് കൂടി ഒന്ന് ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സോഫയിൽ കിടക്കുന്ന നമ്മളെ ചെക്കനെയും ബെഡിൽ കിടക്കുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കെ. അവളാണെങ്കിൽ അവനോട് പറയും, നീ എന്തിനാ സോഫയിൽ കിടക്കുന്ന ഇത്ര വലിയ ബെഡിൽ, നീ ഒരു ബെഡിൽ വന്നിട്ട് കിടന്നൂടെ എന്ന് ചോദിക്കേ. നമ്മളെ ചെക്കന് കുറച്ച് മെച്ചൂരിറ്റി ഉള്ളത് കൊണ്ട് അവനാണെങ്കിൽ പറയും, എനിക്കില്ലേ ഇതുപോലത്തെ ചെറിയ സോഫയിൽ കിടന്നാലേ ഉറക്ക് വരുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കേ കിട്ടൂല എന്ന് പറയുന്നേരം അവളാണെങ്കിൽ പറയും, വീട്ടിൽ നീ ഇങ്ങനെയൊന്നും എല്ലാവരും ഉറങ്ങലില്ല പിന്നെ എന്നാന്ന് ചോദിക്കുക. അതേ ടൈം അവൻ എങ്ങനെയല്ലോ അവൾ ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ടാവും. അവള് പിന്നെയും ബെഡിൽ കിടന്നോന്ന് പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ എങ്ങനെയല്ലോ കൺവിൻസ് ചെയ്തിട്ട് അവളെ സമാധാനപ്പെടുത്തിയിട്ടായിരിക്കും രണ്ടും കൂടിയിട്ട് ഉറങ്ങുന്നുണ്ടാവുക. പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ സ്കൂളിൽ നിൽക്കുന്നേരം അവളെ ഏതോ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ട് അവളോടാണെങ്കിൽ ഇന്നലെ നീ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിനോ, അവിടുന്ന് നീ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിനോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു കാര്യം ഇവള് കൂടാണ്ട് നമ്മളെ ചെന്നിനെ മാത്രമേ അറിയുള്ളൂ. എന്നോട് ഈ ഒരു കാര്യം ആരോടും പറയരുതെന്ന് ഇവള് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു പിള്ളേരൊക്കെ അറിഞ്ഞതിൽ ഇവൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ആ ഒരു ദേഷ്യത്തിലും സങ്കടത്തിലും അവിടെ ഇരിക്കുന്നവരായിരിക്കും നമ്മളെ ക്രഷ് ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ക്രഷ് ചെക്കനും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ ഇവളെ കുറ്റപ്പെടുത്താണ്ട് ഇവളെ കൂടെ നിന്നിട്ട് സംസാരിക്കേ. അങ്ങനെ ഇവര് രണ്ടാളും സംസാരിച്ചോട് നിൽക്കുന്നത് ദൂരത്ത് നിന്ന് നമ്മളെ ചെന്ന് കാണുന്നുണ്ടാവും. ചെന്നിനാണെങ്കിൽ സഹിക്കുക. അവനാണെങ്കിൽ നേരെ വന്നിട്ട് ഇവരെ രണ്ടാളും നടുക്ക് കയറിയിട്ടിരിക്കുന്നുണ്ടാവേ. ക്രഷിന്റെ കൈന്റെ മേലെല്ലായിരിക്കും കയറിയിട്ടിരിക്കുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും, എനിക്കിങ്ങനെ ഹോംവർക്ക് ചെയ്യാനുണ്ട്, നീ അത് എഴുതിയിട്ട് സഹായിച്ചതാന്ന് പറഞ്ഞോണ്ട് നിൽക്കുക. അതേ ടൈം അവളാണെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ പറയും, ഇല്ല നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, ഞാൻ നിനക്ക് ഒരു ഹെൽപ്പും ചെയ്തു തരൂല എന്ന് പറയുന്നേരം അവനാണെങ്കിൽ പറയും, ചെറുപ്പം തൊട്ടിട്ട് ഒപ്പരം ഉണ്ടായതാണ്, ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരേ റൂമിൽ ഉറങ്ങാന്നായിരിക്കും പറയാൻ നിൽക്കുന്നുണ്ടാവും. അതിനെയും കാട്ടി മുന്നേ അവളാണെങ്കിൽ പറയും, വേണ്ട നീ അധികം ഒന്നും പറയണ്ട, നിനക്ക് ഹോംവർക്ക് അല്ലേ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ക്ലാസ്സിലേക്ക് പോകുക. എന്നിട്ട് അവൾ എഴുതുന്നുണ്ടാവും. ഫസ്റ്റൊക്കെ ദേഷ്യത്തിലായിരിക്കും എഴുതുന്നുണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുന്നേരം അവളെ മുഖത്താണെങ്കിൽ ഒരു ചിരി വരുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് ചെന്നിനിട്ടിട്ട് എന്തോ ഒരു പണി കൊടുക്കുന്നുണ്ട് എന്നാണ്. ഇതേ ടൈം ക്രഷ് ആണെങ്കിൽ വന്നിട്ട് എന്തായി എഴുതി കഴിഞ്ഞോന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും, എഴുതി കഴിഞ്ഞ് ഇപ്പൊ ടീച്ചർ വരൂലേ, എന്നാലും നമുക്ക് മനസ്സിലാക്കും ഞാൻ എന്ന് എഴുതിയതെന്നുള്ള കാര്യം എന്ന് പറയേ. ഉറപ്പായിട്ട് നമ്മളെ ചെന്നിനിട്ടിട്ട് എന്തോ ഒരു പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടൈം കഴിയുന്നേരം ഈ ഒരു രചന എഴുതാൻ പറഞ്ഞ ടീച്ചർ ആണെങ്കിൽ ക്ലാസ്സിൽ വരൂ. എന്നിട്ട് ടീച്ചർ ആണെങ്കിൽ പറയൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഈ ഒരു രചനയിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ അത്രക്ക് അടിപൊളിയായിട്ട് എഴുതിയത് ഒരൊറ്റ ഒരാൾ മാത്രമാണ്, അത് നമ്മളെ സ്വന്തം ചെന്നാണ്. അതുകൊണ്ട് തന്നെ അവന്റെ രചന വായിക്കാൻ അവനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നെന്ന് പറയേ. ഈ ഒരു കാര്യത്തിന്റെ ഭീകരതയൊന്നും അറിയാത്ത നമ്മളെ ചെന്നാണെങ്കിൽ അവനെ പുകഴ്ത്തി പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് ആ ഒരു രചന വായിക്കാൻ വരുന്നുണ്ടാവുക. അങ്ങനെ അവനാണെങ്കിൽ അത് വായിച്ചു തുടങ്ങും. അതിലാണെങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളൊരു മെച്ചൂരിറ്റി കഴിയുന്ന ടൈം നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റമില്ലേ, അതിനെ കൊണ്ടല്ല എനിക്ക് എഴുതിയിട്ടുണ്ടാവുക. അതായത് ഇവനാണെങ്കിൽ അവന്റെ ബ്രസ്റ്റ് വണ്ണം വെക്കുന്നത് പോലെ തോന്നിന്, അതെനിക്ക് വേറൊരാളോട് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് ചോദിക്കാൻ ഷൈ ആണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പകുതി വായിക്കുന്നേരം തന്നെ അവന് മനസ്സിലാകുന്നുണ്ടാവും. പക്ഷേ ടീച്ചർ ആണെങ്കിൽ പറയും, മൊത്തം നീ വായിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവന് ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവൻ മൊത്തം വായിച്ചിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. പോകാൻ നിൽക്കുന്നേരം നമ്മളെ പെണ്ണിനൊരു നോട്ടം നോക്കുന്നുണ്ട്, കള്ളപ്പന്നി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലത്തെ നോട്ടോ. എന്റെ രചന കേട്ടിട്ട് ക്ലാസ് മൊത്തം ചിരിക്കുന്നുണ്ടാവും. എന്നെ ക്ലാസ് കഴിയുന്നേരം അവനാണെങ്കിൽ അവളോട് പോയിട്ട് ചോദിക്കുക, ഞാൻ എന്ത് തെറ്റിയേറ്റ നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഒന്നും പറയാണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അവനും എന്നാ സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ ചെന്നും സീഹയും ഗെയിം കളിക്കുന്നേരം സീഹ ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവേ. അതേ ടൈം ചെന്നാണെങ്കിൽ പറയും, ഞാനും അവളും ആണെങ്കിൽ ഹൈഫയിൽ പോയ കാര്യം ആരോ ഒരാൾ പാട്ടാക്കിയിട്ടുണ്ട്, ആ പാട്ടാക്കിയവൻ എൻ്റെ കൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ കഥ തീർന്നെന്ന് പറയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പാട്ടാക്കിയതേ ഈ ഒരു സീഹ ആയിരിക്കും. ആ ഒരു കാര്യം നമ്മളെ ചെന്നിനെ അറിയുന്നുണ്ടാവില്ല. സീഹ ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടിയിട്ടാണെങ്കിൽ നമ്മളെ ചെന്നിനോട് പറയൂ, അതെ ആ പാട്ടാക്കിയവനെ കൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയണേ, ഞാനും കൂടി അവനെ അടിക്കാന്ന് പറയും. സീഹയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സീഹന്റെ കാര്യം കഥം ഹോകയാന്ന്. നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോന്ന് കുറച്ചോട് നിൽക്കുന്നവരായിരിക്കും അവർക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ടാവേ. അവള് നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും, അച്ഛാ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ തീർന്ന്
കുറച്ച് പൈസയും കൂടി കടം തരുമോ എന്ന് ചോദിക്കുക. അതേ ടൈം അച്ഛനാണെങ്കിൽ ഞാൻ തരുവേയില്ല, നീ ഇങ്ങനെ യൂസ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നേരം അവളാണെങ്കിൽ പറയും അച്ഛൻ പോക്കറ്റ് മണി വെക്കുന്ന എല്ലാ ബുക്കും ഞാൻ കരുതി, അതിലൊന്നുമില്ല, ഇനി എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള, പ്ലീസ് താന്ന് പറയുന്നേരം അച്ഛനാണെങ്കിൽ പിന്നെയും സമ്മതിക്കൂല. അവളാണെങ്കിൽ അമ്മേന്റെ പേര് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നവരായിരിക്കും. അച്ഛനാണെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ടാവുക. അവളായ ഒരു പൈസ എടുത്തിട്ട് നേരെ അമ്മേന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും എൻ്റെ സ്നേഹനിധിയായ അച്ഛനാണെങ്കിൽ എനിക്ക് ഇത്രകാരം പൈസ തന്ന്, ഇനി അമ്മയും കൂടിയേ തരാനുള്ളൂ, അതും കൂടി ഒരിക്കൽ തരുമോ എന്ന് ചോദിക്കുന്നേരം അമ്മ വേറെ ഒന്നും പറയണ്ട അവൾക്ക് പൈസ എടുത്തു കൊടുക്കേ. ആ പൈസയൊക്കെ നോക്കിയിട്ട് അവളാണെങ്കിൽ പറയും ഉറപ്പായിട്ട് ഈ ഒരു പൈസനെ കൊണ്ട് ഡോക്ടറെ കാണണമെന്ന് പറയേ, എന്നാ അസുഖം എന്നൊന്നും ഇപ്പൊ പറയുന്നുണ്ടാവില്ല. അതേ ടൈം അവൾ അച്ഛനും അമ്മയും സംസാരിക്കുന്നതും അവൾ കേൾക്കുന്നുണ്ടാവും. അതായത് ഇവളെ ഇനി വളർത്തണമെങ്കിൽ, വളർത്തൽ മാത്രമല്ല ഇവളിനി കോളേജിൽ പറഞ്ഞേക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളില്ലേ, അതിനൊന്നും ഇവരെ കയ്യിൽ പൈസ ഇല്ല, ഇനി മുതൽ കുറച്ച് പൈസ സേവ് ആക്കണം, ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും ഇവൾ കേൾക്കുന്നുണ്ടാവുക. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു സങ്കടം പോലെ ആകുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം അവളാണെങ്കിൽ നേരെ ഡോക്ടറെ കാണാൻ പോകും. സംഭവം നമ്മളെ ഷീക്കാണെങ്കിൽ ലിവറിന് എന്തോ ഒരു അസുഖം ഉണ്ടാവുക. ആ ഒരു അസുഖമാണെങ്കിൽ മാസത്തിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വേസ്റ്റ് കണ്ടീഷനിലാകുമെന്നും നിന്റെ പേരൻസിനോട് ഈ ഒരു കാര്യം പറഞ്ഞാലേ ശരിയാകും എന്നുള്ള കാര്യം ഡോക്ടർ ഇവളോട് പറയുന്നുണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ അവക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ടാവും. അതിന്റെ അർത്ഥം ഇവളെ അച്ഛനും അമ്മക്കും ഇവക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുള്ള കാര്യം അറിയില്ല എന്നാണ്. ക്ലാസ്സിൽ നോക്കുന്നാണെങ്കിൽ സിഹയും ബൊയിലിയും കൂടിയിട്ട് എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഇതുപോലത്തെ എന്തെല്ലോ ഒപ്പിക്കുന്നുണ്ടാവുക. ഇനി എന്തിന്റെ കേടാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. നമ്മളെ പെണ്ണും ഇതേ ടൈമായിരിക്കും ക്ലാസ്സിൽ വരുന്നുണ്ടാവുക. ചെന്നാണെങ്കിൽ മാക്സിമം അവളോട് സംസാരിച്ചിട്ട് അവളുമായിട്ട് പിന്നെയും ഫ്രണ്ട്സ് ആകാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഷീ ആണെങ്കിൽ ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ടെന്നേ കൂട്ടാക്കുന്നുണ്ടാവില്ല. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമും ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന നേരം ഇവനാണെങ്കിൽ ഓരോ പേപ്പർ പാസ് ചെയ്തിട്ട് ഇവക്ക് കൊടുക്കുന്നുണ്ടാവും. ഇവളാണെങ്കിൽ മൈൻഡ് ആക്കുന്നേ ഉണ്ടാവില്ല. ഇവള് മൈൻഡ് ആക്കാണ്ട് നിൽക്കുന്ന നേരം ഇവൻ പിന്നെയും എഴുതിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവേ. ഇതേ ടൈമായിരിക്കും സീഹയും ബുയിലിയും ബാക്കിൽ നിന്ന് എന്തോ ഒരു കളി കളിച്ചിട്ട് ബുയിലി ആണെങ്കിൽ പറയും നീ ഇപ്പം അതിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാറ് നിന്നെ പൊക്കൂന്ന് പറയേ. സീഹ ആണെങ്കിൽ പറയും അതിനൊരു ചാൻസും ഇല്ലാന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തോണ്ട് നിൽക്കുന്നേരം ഈ കുരിപ്പുകളാണെങ്കിൽ ഇവരുണ്ടാക്കി വെച്ച കടലാസ് ആണെങ്കിൽ പൊക്കി നോക്കുന്നേരം പുറത്തുനിന്ന് ഇവരെ സാറിതാ ഇതുപോലെ ഇവരെ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടാവേ. പിന്നെ ഞാൻ പറയണ്ടല്ലോ, രണ്ടിനെയും കൂടിയിട്ട് പുറത്താക്കുന്നുണ്ടാവും. സാറാണെങ്കിൽ ഇതാരാ ചെയ്തു വെച്ചതെന്ന് ചോദിക്കുന്നേരം ഇവർ രണ്ടാളും ഇവനാണെന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, സാറാണെങ്കിൽ രണ്ടാളെയും പൊരിച്ച് കലക്കി എടുക്കുന്നുണ്ടാവും. ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പരുതുന്നുണ്ടാവേ. അതായത് അവൾ ഹോസ്പിറ്റലിൽ കാണിച്ച ഒരു റിപ്പോർട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണെങ്കിൽ നമ്മളെ ക്രഷിനോട് ചോദിക്കുന്നേരം അവൻ എന്ത് റിപ്പോർട്ടാന്ന് ചോദിക്കുന്നുണ്ടാവും. ഇവക്കാണെങ്കിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് അവളാണെങ്കിൽ പറയും ഒന്നുമില്ല ഞാൻ തന്നെ പരുത്തിക്കോളെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരിക. പക്ഷെങ്കിൽ ഇതേ ടൈം ആരോ ഒരാൾ ആ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് നോക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാരാ എന്നാന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. നമ്മളെ ചെന്നാണെങ്കിൽ പെണ്ണ് ഒറ്റക്ക വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് വേവലാതിപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ പെണ്ണിനെ കാണിക്കുന്നുണ്ടാവുക. അവള് രാത്രിയിൽ പേടിച്ചിട്ടായിരിക്കും നടന്നു പോകുന്നുണ്ടാവുക. നോക്കുന്നേരം അവളെ ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല അവളെ മുന്നിലാണെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടാവേ. അവളാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പെൺകുട്ടീനെയും കൈ പിടിച്ചിട്ട് ഓടാൻ നിൽക്കുന്ന ടൈമായിരിക്കും ആ ഫോളോ ചെയ്ത ആള് ആ ഒരു കുട്ടീൻ്റെ അച്ഛനാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. അച്ഛനാണെങ്കിൽ ആ ഒരു കുട്ടീനോട് നിനക്ക് ഈ ഒരു ഷീനെ അറിയുമെന്ന് ചോദിക്കുന്നേരം ആ പെണ്ണ് ഇല്ലാന്നായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളെ പെണ്ണും അവളെ ജീവൻ പോയി എന്ന് വിചാരിച്ച് നിൽക്കുന്നതായിരിക്കും അവിടത്തേക്ക് നമ്മളെ ക്രഷ് ചെക്കൻ വരുന്നുണ്ടാവുക. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് നടന്നിട്ടായിരിക്കും വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അവളെ കൊണ്ടാക്കാൻ ഇവൻ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി ആയിരിക്കെ. അതുകൊണ്ട് അവളാണെങ്കിൽ പറയും അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയാലോ, ഞാൻ നിനക്ക് ഫുഡ് വാങ്ങിത്തരാമെന്ന് പറയും. അവനും ഒരുപാട് ഹാപ്പിയിൽ അവളെ കൂടെ പോകുന്നുണ്ടാവും. അവർ രണ്ടാളും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ കുശുമ്പൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനത് കണ്ടിട്ട് സഹിക്കുക. അവനാണെങ്കിൽ രണ്ടാളും നടുക്കും കയറിയിട്ട് ഇരിക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ നീ എന്താടാ ഇവിടാന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും ഒന്നുമില്ല, ഞാൻ ഇതിലൂട്ട് പോകുന്നേരം നിങ്ങൾ രണ്ടാളെയും കണ്ട് അതുകൊണ്ട് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്നതാണെന്ന് പറയേ. നമ്മളെ പെണ്ണും ചെന്നിനെ അധികം മൈൻഡ് ആക്കാണ്ട് ക്രഷിനാണെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നേരം നമ്മളെ ചെന്നിനെ പിന്നെയും സഹിക്കൂല. അവനാണെങ്കിൽ നമ്മളെ ക്രഷിന്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചിട്ട് തിന്നാൻ നോക്കുന്നുണ്ടാവേ. നമ്മളെ ക്രഷും ഫുഡെല്ലാം തിന്ന് കഴിഞ്ഞത് കൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നേരം അവൻ പറയുന്നുണ്ടാവേ വേറൊരു ദിവസം ഞാൻ നിനക്ക് ഇങ്ങനെ ട്രീറ്റ് തരാമെന്ന്. നമ്മളെ ചെന്നാണെങ്കിൽ പറയും അവക്ക് മാത്രമാകണ്ട എനിക്ക് കൂടി തന്നോ, നമുക്ക് രണ്ടക്കും ഒപ്പരം തന്നോന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഷീക്ക് പിന്നെയും ദേഷ്യം പിടിച്ചിട്ട് ചെന്നിന് ഇതുപോലെ നുള്ളി പരിക്കേൽപ്പിക്കുന്നുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ ക്രഷിനാണെങ്കിൽ ഇവിടെ കുറച്ചു നേരം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് മനസ്സിലായിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും. അവൻ
പോയ പാട് നമ്മളെ ചെക്കനാണെങ്കിൽ ഷീനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞോട് നിൽക്കുന്നുണ്ട്. അവൻ നീയും അവനും തമ്മിൽ ഇങ്ങനെ റിലേഷനിലാണോ, നിനക്ക് അവനെ കാണുമ്പോൾ എന്താ ഇത്ര അഴക്കോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷീനെ ദേഷ്യം പിടിപ്പിച്ചോട് നിൽക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാണ്ട് രണ്ടും കൂടിയിട്ട് അവിടുന്ന് തച്ച് മരിച്ചോണ്ടായിരിക്കും വീട്ടിൽ പോകുന്നുണ്ടാവുക. വീട്ടിലേക്കും അതേ ദേഷ്യത്തിൽ പോകുമ്പോൾ എന്തായാലും അച്ഛനും അമ്മയും ചോദിക്കുമല്ലോ. അവൾ അച്ഛനും അമ്മയും എന്നാന്ന് ചോദിക്കുന്നവർ അവളാണെങ്കിൽ പറയും എല്ലാത്തിനും കാരണം ആ ഒരു ചെന്നാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോർ ക്ലോസ് ചെയ്യേ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മളെ അമ്മയാണെങ്കിൽ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവൾ ഒരു ദിവസം എൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ട് യൂസ് ചെയ്ത് അത് കുറച്ചല്ല കുറേ അവൾ എടുത്തിന്, ഇനി അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനമ്മമാരുടെ ഒരു തിങ്ക് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു തിങ്കിലായിരിക്കും ഇവർ പോകുന്നുണ്ടാവുക. എന്നിട്ട് ഇന്റർനെറ്റിൽ വരെ ഇവർ സെർച്ച് ചെയ്തോട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമാതിരി രീതിയിലായിരിക്കും അവളെ നോക്കുന്നുണ്ടാവുക. അവൾക്ക് എന്നാ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് മാത്രമല്ല ഒരു ചെക്കനാണെങ്കിൽ ഇവക്ക് ബുക്ക് കൊടുക്കുന്നേരം ഇവളോട് തന്നെ ഒറ്റക്കെടുത്തോ എനിക്ക് എടുത്തു തരാൻ പറ്റൂല, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. എന്നിട്ടും അവൾക്ക് എന്നാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അതിലൊരു കുട്ടിയാണെങ്കിൽ ടീച്ചറോട് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങൾ എന്താ, ആ ഒരു പ്രശ്നമുള്ള ആളടുത്ത് നമ്മൾ ഇരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവേ. ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ആ ഒരു കുട്ടിയാണെങ്കിൽ നമ്മളെ ഷീനെ നോക്കും. ഷീക്കാണെങ്കിൽ കാര്യം ഇപ്പായിരിക്കും പിടികിട്ടുന്നുണ്ടാവുക. എന്നിട്ടും നമ്മളെ ചെന്നിന് എന്നാ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ചെന്നിനാണെങ്കിൽ ഷീക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ എന്നാ പ്രശ്നം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെ ക്യാൻറ്റീനിൽ ഇവരെല്ലാം ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈമും ഷീ ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇരിക്കാണ്ട് വേറെ പിള്ളേരുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ആ പിള്ളേരാണെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് ഇവള് വന്നിരുന്ന വാർഡ് തന്നെ അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവും. അവർ എണീച്ച വാർഡ് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് നമ്മളെ ഷീം അവിടുന്ന് എണീച്ചിട്ട് പോകുക. അതേ ടൈമായിരിക്കും നമ്മളെ ചെന്നിനാണെങ്കിൽ എന്നാ സംഭവം എന്ന് മനസ്സിലാകാണ്ട് അവനാണെങ്കിൽ നമ്മളെ ബുയിലിനോടും സീഹേനോടും ചോദിക്കുന്നുണ്ടാവുക. സീഹ ആണെങ്കിൽ പറയും നമ്മളെ ഷീക്കാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് അസുഖം ഉണ്ട് പോലും, അതുകൊണ്ടാണ് അവളോട് എല്ലാവരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചെന്നിനോട് പറയും. ചെന്നാണെങ്കിൽ പറയും ചെറുപ്പകാലം തൊട്ടിട്ട് അവൾ എൻ്റെ കൂടെയുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഞാൻ അറിയും, ഞാൻ അറിയാത്ത ഒരു അസുഖം അവൾക്ക് ഇല്ലാന്നെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വാദിക്കാൻ നിൽക്കുക. പക്ഷേ നമ്മളെ ബുയിലിയും സീഹ ആണെങ്കിൽ അവൾക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ട് തന്നെ നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ അസുഖം ഉണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ തിന്നാണ്ട് പോയത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കുക. അവളത് തിന്നാൻ നിൽക്കുന്നവരായിരിക്കും. ക്ലാസ്സിലത്തെ എല്ലാ പിള്ളേരും അവളാണെങ്കിൽ ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ടാവുക. പിന്നെ അവൾക്കത് തിന്നാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവളത് തിന്നുന്നുണ്ടാവില്ല. തിന്നാണ്ട് അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവേ. നോക്കുമ്പം ഇവരെ പേരിൽ ആ ഒരു സീഹയും ബുയിലിയും ബാക്കിൽ നിന്ന് ബെറ്റ് വെച്ചിട്ടുണ്ടാവും. ഒരുത്തനാണെങ്കിൽ പറയും അവൾ തിന്നൂന്ന്, മറ്റൊരുത്തനാണെങ്കിൽ പറയും തിന്നൂല എന്നത്. എന്നിട്ട് സീഹ ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. ആ കുരിപ്പുകളെ കഥ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്ന ടൈമായിരിക്കും. അവളെ ബെഞ്ചിലാണെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാവുക. നോക്കുമ്പോൾ നമ്മളെ ക്രഷ് അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരിക്കും. അവളാണെങ്കിൽ അത് എടുത്ത് തിന്നുന്നും ഉണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മളെ ചെക്കനെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അവളെ തിന്നാണ്ട് വേറൊരുത്തം കൊടുത്തിട്ട് തിന്നുമ്പോൾ അവൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നവരായിരിക്കും വേറൊരു പെണ്ണിനെ കാണിച്ചു തരുന്നുണ്ടാവും. ആ സംഭവം ഈ ഒരു പെണ്ണായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ അസുഖത്തിൻ്റെ കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. അത് മാത്രമല്ല ഇവള് നമ്മളെ ക്രഷിൻ്റെ ഫ്രണ്ട് കൂടിയായിരിക്കും. ഇവക്കും നമ്മളെ ക്രഷിനോട് ഒരു താല്പര്യം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ക്രഷും നമ്മളെ ഷീ ആണെങ്കിൽ ഇപ്പം അടുത്ത് കാണുന്നത് ഈ ഒരു പെണ്ണിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും ആ പെണ്ണാണെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇപ്പം ആണെങ്കിൽ നമ്മളെ ഷീൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും നിനക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് രണ്ടാൾക്കും അറിയാം, നമ്മൾ രണ്ടാളും നിന്നെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഷീൻ്റെ സൈഡിലുള്ളത് പോലെ സംസാരിക്കുന്നുണ്ടാവും. എന്ത് കള്ളത്തിയല്ല എല്ലാം കണ്ട് സഹിക്കാൻ കഴിയാണ്ട് നമ്മളെ ചെക്കനാണെങ്കിൽ താഴോട്ട് നടക്കുന്നവരായിരിക്കും നമ്മളെ പെണ്ണിനെ കൊണ്ട് മോശമായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയുള്ള രണ്ടാൾക്കാർ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിന് ഇങ്ങനെ അസുഖമുണ്ട്, അവളുമായിട്ട് ആർക്കെങ്കിലും സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക, അവൾ ഞാനുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് ഇത്ര പൈസ കൊടുക്കും, അങ്ങനെ ഇങ്ങനെയുള്ള ടോക്കായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അത് നമ്മളെ ചെക്കന് സഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അവനാണെങ്കിൽ എടുത്തിട്ടിട്ട് ചാമ്പുന്നുണ്ടാവുക. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കാര്യം അറിഞ്ഞ നമ്മളെ ചെക്കൻ്റെ സാറാണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നതായിരിക്കും. അവനാണെങ്കിൽ പറയൂ ആ പിള്ളേർ പറഞ്ഞ കാര്യങ്ങൾ സാറ് കേട്ടിട്ടുണ്ടെങ്കിൽ സാറടക്കം അവരെ അടിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ സാറാണെങ്കിൽ പറയും നീ എന്തിനാണ് ഇങ്ങനെ ട്രബിൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നത്. ചെന്നാണെങ്കിൽ പറയും എൻ്റെ ഷീൻ്റെ ഇൽനെസ്സിനെ കൊണ്ട് ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാളെ ഞാൻ എന്നും അടിക്കുമെന്ന് പറയേ. അതിൻ്റെ പേരിൽ സാറാണെങ്കിൽ ഇവനെ ചീത്ത പറയാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണകത്തേക്ക് വരുന്നുണ്ടാവുക. പെണ്ണിനെ
കണ്ടപാട് സാറാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇപ്പം നിന്നെ കൊണ്ട് ഒരുപാട് റൂമേഴ്സ് ഇവിടെ പടരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. ആ ഒരു കാര്യങ്ങളൊക്കെ സത്യമാണോ അത് എനിക്ക് നിന്റെ വായിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും അവൾക്ക് ഒരു അസുഖമില്ല, ഞാനും അവളും ചെറുപ്പം തൊട്ടിട്ട് ഒപ്പരം ഉണ്ടായതാണ്, അതുമാത്രമല്ല എൻ്റെ ഫാമിലിക്കും അവളെ ഫാമിലിക്കും എല്ലാ കാര്യങ്ങളും നല്ലോണം അറിയാം, എൻ്റെ ഈ തലയില്ല ഈ തല വെച്ചിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നത് അവൾക്ക് ഒരു അസുഖവും ഇല്ല എന്ന് പറയൂ. ഈ ടൈം അവളാണെങ്കിൽ പറയും ഇവൻ പറയുന്നത് ശരിയല്ല, എനിക്കിങ്ങനെ ഹെപ്പറ്റൈറ്റീസ് അസുഖം ഉണ്ട് എന്ന് പറയൂ. ഇത് കേൾക്കുന്നേരം നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര ഷോക്കിലായിരിക്കും ഇവളെ നോക്കുന്നുണ്ടാവുക. ആ ഷോക്കോട് കൂടിയിട്ടുള്ള നോട്ടത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായം എന്നാ? അവനാണെങ്കിൽ എന്നും അവളെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഇപ്പം അറിഞ്ഞ ആ ഒരു രഹസ്യം കേട്ടിട്ട് അവൻ്റെ മാനസികാവസ്ഥ എന്നായിരിക്കും? അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ 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 ബൈ.